ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കോട് സീരിയലിൻ്റെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്ദ്രനെ തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ രാജലക്ഷ്മി ആണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കാണ്. ഇന്ദ്രൻ പലവട്ടം പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടിപ്പോവരുത്, നീ ഒന്നും മിണ്ടിപ്പോരുത്. ഇവളെ കൊണ്ട് ഇപ്പൊ തുണി തേപ്പിക്കാനുള്ള കാര്യം എന്താ നിനക്ക്? നീ മനഃപൂർവ്വം തുണി തേപ്പിക്കാൻ വേണ്ടി നിന്നതാ. നിനക്കറിയായിരുന്നു ആ അയൺ ബോക്സിന് ഷോക്ക് അടിക്കുമെന്ന്. എന്നിട്ട് പാറിനെ കൊണ്ട് മനഃപൂർവ്വം നീ അത് ചെയ്യിപ്പിച്ചതാ. നീ അങ്ങനെയാ എന്നൊക്കെ പറയുമ്പോഴേക്കും പാറു പറഞ്ഞ, അയ്യോ അല്ല അമ്മേ, എനിക്ക് ഷോക്ക് അടിച്ചതാണ് എന്ന് പാറു പറയുമ്പോൾ, അതേ മോളെ നിനക്ക് ഷോക്ക് അടിച്ചു, അതെന്തുകൊണ്ട് അടിച്ചു? ഇവൻ കാരണമാണ് നിനക്ക് ഷോക്ക് അടിച്ചത്. നിനക്കറിയില്ല ഇവന്റെ സ്വഭാവം. നീ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റെപ്പിൽ നിന്ന് കാല് വഴുതി വീണല്ലോ, അത് എന്ത് കാരണം കൊണ്ടിട്ടെന്ന് നീ വിചാരിക്കണത്? അതിന് കാരണക്കാരനും ഇവൻ തന്നെയാണ്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് വിശ്വം ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, അന്ന് പാറു ചായ കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഇവൻ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു, അങ്ങനെയാണ് പാറു അവിടെ വീണത്. എന്നിട്ട് അതുപോലെ തന്നെ പുതിയ ഉടായ്പായിട്ട് വന്നിരിക്കവൻ, ദേ ഞങ്ങളുടെ കൊച്ചു പേരെ കുട്ടിനെ വേണം, അതിന് നീ ഇവിടെ ഉണ്ടാവണ്ട, പോടെ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രനെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് നമ്മുടെ രാജലക്ഷ്മി. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞിട്ട്, അമ്മേ ഞാനൊരു പ്രശ്നത്തിനും പോകുന്നില്ല, ഞാൻ നല്ല ആളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ കാണിക്കുന്നത്. ആ സമയത്ത് അമ്മ എന്നിങ്ങനെ തടയല്ലേ, അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ, വേണ്ട നീനൊന്നും പറയണ്ട, ഇറങ്ങി പോടായി വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജലക്ഷ്മി ഇന്ദ്രനെ പിടിച്ച് ചവിട്ടി പുറത്താക്കുവാട്ടോ. ഇന്ദ്രന് അത് വല്ലാത്ത വിഷമം തോന്നുവാണ്. ഇന്ദ്രൻ അങ്ങനെ വിഷമത്തോടു കൂടി തന്നെ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് നേരെ പുറപ്പെടുന്ന കടപ്പുറത്തേക്കാട്ടോ. അങ്ങനെ കടപ്പുറത്ത് നമ്മുടെ ഇന്ദ്രൻ കുറേ നേരം അവിടെ കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് പയ്യന്മാരുടെ സെറ്റ് മദ്യപിച്ച് പാട്ടൊക്കെ പാടി ഒരു മൂലക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് അടിച്ചുപൊളി ടീമാട്ടോ. അപ്പൊ ഇന്ദ്രൻ അവരെ കാണാണ്. ഇന്ദ്രൻ വിഷമത്തോടെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും അവർ ഇന്ദ്രനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് വരാതെ വിഷമമാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ബ്രോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാവരും എന്നെ തെറ്റുകാരനായിട്ടാണ് കാണുന്നത് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന്റെ വിഷമങ്ങൾ ആ പയ്യ സെറ്റിനോട് പറയുമ്പോഴേക്കും അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇന്ദ്രന് മദ്യം കൊടുക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് മദ്യം വേണ്ട, മദ്യപിച്ചു ഞാൻ വേറെ ആളായി മാറും, മദ്യം കുടിക്കുമോ ബ്രോ? മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിസരബോധം ഇല്ലാതെ നടക്കാം, നമുക്ക് ആകാശത്ത് കൂടി പറക്കാം, അപ്പൊ അതുകൊണ്ട് മദ്യം കുടിക്കുമ്പോൾ ബ്രോയുടെ വിഷമങ്ങളെല്ലാം അതോട് തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനെ മദ്യം കൊടുക്കുകയാണ്. ശേഷം അവിടെ നിന്ന് ആടിപ്പാടി ഡാൻസ് കളിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ കേട്ടോ. അതേസമയം പൊന്നുമടത്തിലാണെന്നുണ്ടെങ്കിൽ പല്ലവിയും സേതും തിരിച്ചു വരുന്നുണ്ട്. അവര് വന്നതിന് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് ഋതു വരുന്നത് കേട്ടോ. ഋതു വരുമ്പോൾ തന്നെ അച്ചു ചോദിക്കണ്ട്, ഋതു നീ എവിടെയാ പോയത്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണെന്ന്. അപ്പോഴേക്കും പൂർണിമ ചോദിക്കണ്ടേ, അല്ല ഹോസ്പിറ്റലിൽ പോയത് നീ പറഞ്ഞല്ലോ, നീ സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലല്ല നീ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല ഇവിടെ നീ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടർ മരുന്നൊന്നും തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ മരുന്ന് വാങ്ങിക്കണം, അത് കുറിപ്പിൽ എഴുതി തന്നതാണ്, ആ കുറിപ്പ് കൊണ്ടായിട്ട് വേണം മരുന്ന് മേടിക്കാനായിട്ട്. ആണോ? എങ്കിൽ അത് പേപ്പർ ഒന്ന് കാണിച്ചേ, എന്ത് മരുന്നാന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി മേടിക്കാം. ഈ അമ്മക്ക് എന്ത് കഷ്ടം ഇത്, എന്തിനാ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണത് എന്ന് പറയണ. ഋതു സത്യം പറ, നീ എന്തോ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടി പോയതാണ്, സത്യം പറ ഋതു, നീ എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു 2-3 ദിവസത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ഉണ്ടാവില്ലെന്നോ? നീ എവിടെ പോകാൻ പോവാ? അത് നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്ക് കുറച്ച് പുതിയ സ്റ്റോക്കൊക്കെ കൊണ്ടുവരണം, അതിനു വേണ്ടി ഒരു സ്ഥലം വരെ പോകാൻ പോവാ. അതിന് നീയല്ലോ സ്റ്റോക്ക് കൊണ്ടുവരേണ്ടത്, അവിടുത്തെ മാനേജറല്ലേ, മാനേജറിനോട് പറഞ്ഞിട്ട് കുറുപ്പമ്മാവും കൂടെ ഒരുമിച്ച് പോയിട്ടല്ലേ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കണത്. അതെ അത് മുമ്പ്, പക്ഷെ ഇപ്പൊ എന്റെ മാനസികാവസ്ഥ ശരിയല്ല, എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം, ഈ പർച്ചേസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ഞാനൊന്ന് ഓക്കെ ആവും. അതിന്റെ 2-3 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. അതിന് നമ്മൾ സാധനം മേടിക്കുന്നത് അവിടെ നിന്ന് ഓൺലൈൻ അവർ അയച്ചു തരികയല്ലേ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ഷോറൂമിൽ പോയി നോക്കും, അങ്ങനെയൊക്കെയല്ലേ. നീ എന്തൊക്കെയാ ഇത് പറഞ്ഞത് പരസ്പര ബന്ധമില്ലാതെ? അമ്മേ ഞാൻ കുറച്ച് പുതിയ നല്ല സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് രാജസ്ഥാനിൽ നിന്നൊക്കെയാണ്, എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് ഡ്രസ്സും മെറ്റീരിയൽസ് ഒക്കെ നോക്കാനുണ്ട്. നമുക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നത്, ഒന്ന് മാറ്, എന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ഋതു അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും പൂർണിമ ഋതുവിനെ കൈ പിടിക്കുകയാണ്. എന്നിട്ടൊരു ഒറ്റയടി മുഖത്ത് വെച്ച് കൊടുക്കുകയാണ്. ഋതു എനിക്ക് മനസ്സിലായി നീ എവിടെ പോയതാണെന്ന്, നീ എന്തോ ഉടായ്പിന് വേണ്ടി പോയതാണ്, നിന്റെ കുഞ്ഞിനെതിരെയുള്ള എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ പോയത് അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് അമ്മ പറയണത് എനിക്ക് മനസ്സിലായിട്ട്, നീ ഇവിടെ നിന്ന് ഇനി എവിടെയും പോകുന്നില്ല, പ്രസവം കഴിഞ്ഞവരെ മര്യാദയ്ക്ക് ഇവിടെ നിന്നോളാം, അത് അമ്മ പറഞ്ഞിട്ടാണോ ഞാൻ ചെയ്യേണ്ടത്? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, അമ്മ മാറി നിൽക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു അകത്തേക്ക് പോവാണ്. ശേഷം സേതുവും പല്ലവിയും ചോദിക്കുന്നുണ്ട്, ഋതു അന്നോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ പരിസര ബന്ധമില്ലാണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. പല്ലവി പറഞ്ഞിട്ട് ഇപ്പൊ അവൾക്കൊന്ന് ചോദിക്കണ്ടമ്മേ, അവളുടെ മാനസികാവസ്ഥ അറിയാലോ, ഇന്ദ്രനെ കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമവും കാര്യങ്ങളും ഉണ്ട്, പിന്നെ അവളുടെ കുഞ്ഞച്ഛൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനൊക്കെ അവൾക്ക് ഉണ്ട്, അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ ആരും അവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറയണം. ശേഷം അച്ചു ഋതുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഋതു സത്യം പറ, നീ എവിടെയാ പോയത്?
ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ. പിന്നെന്താ സേതുവേട്ടൻ വിളിച്ചപ്പോൾ നീ ഫോൺ കട്ട് ചെയ്തത്? ഞാൻ കണ്ടില്ല എന്ന് പറയാണ്. ആണോ? പക്ഷെ അവര് നിന്നെ കണ്ടായിരുന്നു. എന്നെ കണ്ടായിരുന്നു? എവിടെ വെച്ച് കണ്ടായിരുന്നു? ആ, നീ ഏതൊരു പ്രായമുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സേതുവേട്ടനും പല്ലവി ചേച്ചിയും കണ്ടായിരുന്നു. ആ സമയത്താണ് അവര് നിന്നെ വിളിച്ചത്. അപ്പൊ നീ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ അവര് നിന്നെ റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴേക്കും നിന്നെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ആ സ്ത്രീനെ അവർ കണ്ടു എന്ന് പറഞ്ഞോ? കണ്ടു. ഏതാ സ്ത്രീ എന്ന് ചോദിക്കുകയാണ്. അതെന്റെ റോഡിൽ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ വഴി ചോദിച്ചതാണ്. എന്നിട്ട് നിന്റെ കൈ പിടിച്ചുകൊണ്ടിട്ടാ പോയെന്നാണല്ലോ അവര് പറഞ്ഞത്. എന്റെ അമ്മയുടെ വക ക്വസ്റ്റ്യൻ ചെയ്യൽ കഴിഞ്ഞുള്ളൂ. ഇനി നീയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യല്ലേ. എനിക്കൊരു സമാധാനം എന്താ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഋതു അവിടെ നിന്ന് പോകുക കേട്ടോ. അതേസമയം പല്ലവി എടുത്ത് സേതു പറയുന്നുണ്ട്, പല്ലവി വാ, നമുക്കൊന്ന് പുറത്തു വരെ പോവാം. എവിടെയാ സേതു കേട്ടാ? വെറുതെ ഇവിടെ ഇരിക്കല്ലേടോ, നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തു പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി സേതും കൂടി കടപ്പുറത്തേക്ക് പോവാട്ടോ. അവിടെ തന്നെയാണ് ഇന്ദ്രൻ ആ ഒരു കുറെ പയ്യന്മാരെ സെറ്റിൻ്റെ വെള്ളം അടിച്ച് ഡാൻസ് കളിക്കണേ കേട്ടോ. അങ്ങനെ പല്ലവി എടുത്ത് സേതു പറയുന്നുണ്ട്, ഏറെ കുറേയൊക്കെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണല്ലേടോ. ആ അതെ, പക്ഷെ ഓരോരോ പ്രശ്നങ്ങൾ പിന്നെ വരുമല്ലേ സേതു ഏട്ടാ, പക്ഷെ നമ്മളത് ഒരുമിച്ച് നേരിടും. അതെ, പിന്നെ വേറൊരു കാര്യം തന്നോട് പറയാനുണ്ട്, അതുകൊണ്ടാ ഇവിടെ വരാൻ വെച്ചത്. എന്താ സേതു ഏട്ടാ? അല്ല, വീട്ടിൽ അങ്ങനെ പല പ്രശ്നങ്ങളും നടക്കും. അങ്ങനെ എല്ലാ വീട്ടിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടോ. ആ പ്രശ്നങ്ങൾ നോക്കി നിന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ. സേതുട്ടിന് എന്തായി പറയണത്? എടോ, നമ്മൾ ജീവിക്കുന്നുണ്ട് ശരിയാണ്, പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ലല്ലോ. അല്ല, സേതുട്ടൻ എന്താ പറയണത്? എടോ, ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു കുടുംബത്തിന്റെ കാര്യമാ. ഓ അങ്ങനെ. അതെ, നമുക്കും വേണ്ടടോ ഒരു കുഞ്ഞും കുടുംബമൊക്കെ. നോക്ക്, അച്ചുവിൻ്റെ ഉടനെ തന്നെ ഋതുവിന് കുഞ്ഞാവും, പിന്നെ അച്ചുവിനെ കുഞ്ഞാവും, പിന്നെ അടുത്ത നമ്മുടെ ഊഴമാണ്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങും. എനിക്കറിയാം സേതു ഏട്ടാ, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ ഇനി ആഗ്രഹങ്ങളൊന്നും മറച്ചു വെച്ച് നടക്കണ്ടോ. നമുക്ക് കുഞ്ഞിനെ വരാനുള്ള സമയമായിട്ടുണ്ടാവും. അത് നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇതുപോലത്തെ ഒരു തോന്നലുണ്ടാവണത്. നമുക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ വേണ്ടി ട്രൈ ചെയ്യാം. എനിക്കും ഒരു കുഞ്ഞിൻ്റെ അച്ഛനൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പ്രായം 10-36 ആയില്ലേ. ഇനിയിപ്പോൾ കുഞ്ഞായി കഴിഞ്ഞാൽ പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിൽ പഠിച്ച് വളർന്ന് വലുതാവുമ്പോഴേക്കും അതിനൊരു കെട്ടിക്കണ പ്രായം, അല്ലെങ്കിൽ ആ കൊച്ചിന് നല്ല പ്രായമൊക്കെ ആകുമ്പോൾ ഞാനൊരു കിളവനാകും. അപ്പം അവളോ അല്ലെങ്കിൽ അവനോ പറയില്ല, അയ്യോ എൻ്റെ അച്ഛനൊരു വയസ്സനാണെന്ന്. അങ്ങനെ വയസ്സനായിട്ടുള്ള അച്ഛനാവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു 10-50 വയസ്സാകുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു 10-25 വയസ്സാവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. എന്താവാൻ, ഇപ്പം ഇത്രയും പ്രായമായിപ്പോയി. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ സേതു പല്ലവി എടുത്ത് പറയണം. അങ്ങനെ പല്ലവിയും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സേതുവും പല്ലവിയും കൂടി കടപ്പുറത്ത് കൂടി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നടക്കുകയാണ്. ശേഷം സേതു പല്ലവിനെ കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്താണ് ദൂരെ എവിടെ ഭയങ്കര അടിയും ബഹളമൊക്കെ കേൾക്കുന്നത്. സേതുവും പല്ലവും അവിടെ പോയി നോക്കുമ്പോഴേക്കും ഈ പയ്യന്മാരെ സെറ്റായിട്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രൻ പിന്നീട് ആ പയ്യന്മാരായിട്ട് എന്തോ പറഞ്ഞ് വഴക്കാവുന്നുണ്ട്, മുഷിയുന്നുണ്ട്. പിന്നെ ആ പയ്യന്മാർ ഇന്ദ്രൻ്റെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ്റെ നിലത്തേക്ക് ഇട്ടിട്ട് ഇന്ദ്രനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാട്ടോ ആ കുടിയന്മാരെല്ലാവരും കൂടി. അപ്പം അത് കാണുമ്പോഴേക്കും സേതു പറഞ്ഞു, അയ്യോ ഇത് ഇന്ദ്രനല്ലേ? അതെ, മൈൻഡ് ചെയ്യണ്ട, അവൻ എന്തെങ്കിലും ആവട്ടെ. അല്ല, ഇവനിങ്ങ് ചത്തുപോകും, മാറ് നിങ്ങൾ എന്തീ കാണിക്കണത്? ഇവൻ കുടിയനാണ്, കുടിച്ചിട്ട് എന്തൊക്കെയോ പറയാം, മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യന്മാരവിടെ നിന്ന് പോവാണ്. ഇന്ദ്രൻ പറഞ്ഞു, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, പാറു എൻ്റെ സ്വന്തം സിസ്റ്ററാണ്, എന്നിട്ട് അവളെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ വഴക്കുണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രനെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.